ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സുൽത്താൻപൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് മേനക ഗാന്ധി ഹൈക്കോടതി സമീപിച്ചു. സമാജ്വാദി പാർട്ടി എം.പി രാംഭുവൽ നിഷാദ് 12 ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്ന് മേനക ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. എസ്.കെ.എൻ, രാജ്യത്ത് ഉത്തർപ്രദേശിൽ ബി.ജെ.പിയെ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് സുൽത്താൻപൂരിലേത്. കാരണം 10 തവണ മത്സരിച്ചതിൽ 8 തവണയും ബി.ജെ.പിക്കൊപ്പം മത്സരിച്ച മുഴുവൻ തവണയും വിജയിച്ച മേനക ഗാന്ധിയാണ് സുൽത്താൻപൂരിലെ തൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഇത്തവണ പരാജയപ്പെട്ടത്. വലിയ ഒരു ഭൂരിപക്ഷത്തിനാണ് പരാജയവും സംഭവിച്ചത്. 43,174 വോട്ടുകൾക്കാണ് സമാജ്വാദി പാർട്ടി നേതാവ് രാംഭുവൽ നിഷാദിനെതിരെ മേനക ഗാന്ധി പരാജയപ്പെട്ടത്. ഈ തിരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മേനക ഗാന്ധി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഈ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാംഭുവൽ നിഷാദ് തനിക്കെതിരെ 8 ക്രിമിനൽ കേസുകൾ മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. എന്നാൽ അദ്ദേഹത്തിനെതിരെ 12 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് എന്നും സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്നും ആവശ്യപ്പെട്ടാണ് അലഹബാദ് ഹൈക്കോടതിയിൽ മേനക ഗാന്ധി ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ഇത് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകും. ഒരു ത്രികോണ മത്സരമായിരുന്നു ഇത്തവണ സുൽത്താൻപൂരിൽ നടന്നത്. ബി.ജെ.പിയുടെ മേനക ഗാന്ധിക്കൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ രാംഭുവൽ നിഷാദും കൂടാതെ ബി.എസ്.പിയും സജീവമായി ഈ മത്സരരംഗത്തുണ്ടായിരുന്നു. അതാണ് വലിയ പരാജയത്തിനിടയാക്കിയത് എന്ന ബി.ജെ.പി വിലയിരുത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മേനക ഗാന്ധി ഈ സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എം.പി രാംഭുവൽ നിഷാദിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.